ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതിനായി പാലാഴി മഥനം നടത്തുകയായിരുന്നു. മന്ദരപർവ്വതത്തെ കടകോലായും വാസുകി എന്ന സർപ്പത്തെ കയറായും ഉപയോഗിച്ചായിരുന്നു ആ മഹാ ഉദ്യമം. അമൃത് ലഭിച്ചാൽ യുവത്വം നിലനിർത്തി മരണമില്ലാതാക്കാം എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ കടഞ്ഞുകൊണ്ടിരുന്ന സമുദ്രത്തിൽ നിന്നും ആദ്യം ഉയർന്നു വന്നത് അമൃതായിരുന്നില്ല. ലോകത്തെ മുഴുവൻ നിമിഷനേരം കൊണ്ട് ഭസ്മമാക്കാൻ ശേഷിയുള്ള കൊടും വിഷമായ കാളകൂടം അഥവാ ഹാലാഹലം ആയിരുന്നു. ആ വിഷത്തിന്റെ കാഠിന്യത്താൽ ലോകം മുഴുവൻ വെന്തുരുകാൻ തുടങ്ങി. ഭയന്നു വിറച്ച ദേവാസുരന്മാർ രക്ഷക്കായി കൈലാസനാഥനായ പരമശിവനെ അഭയം പ്രാപിച്ചു. ലോകരക്ഷയ്ക്കായി ഞാൻ ഈ വിഷം ഏറ്റെടുക്കാം എന്ന് ഭഗവാൻ തീരുമാനിച്ചു. അദ്ദേഹം ആ കൊടും വിഷം കൈകളിൽ ആവാഹിച്ചെടുത്തു. സർവചരാചരങ്ങളെയും രക്ഷിക്കാനായി അദ്ദേഹം ആ വിഷം വിഴുങ്ങി. ഇത് കണ്ട് ഭയന്ന ജഗൽ ജനനിയായ ശ്രീപാർവതി ദേവി ആ വിഷം ഭഗവാന്റെ ഉദരത്തിലേക്കിറങ്ങി അദ്ദേഹത്തിന് ആപത്തുണ്ടാകാതിരിക്കാൻ പൊടുന്നനെ അദ്ദേഹത്തിന്റെ കണ്ഠത്തിൽ, അതായത് കഴുത്തിൽ മുറുക്കിപ്പിടിച്ചു. അതേസമയം ആ വിഷം വായിൽ നിന്ന് പുറത്തുപോയി ഭൂമി നശിക്കാതിരിക്കാൻ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ വായയും പൊത്തിപ്പിടിച്ചു. പാർവതീദേവിയുടെയും മഹാവിഷ്ണുവിന്റെയും കരങ്ങൾക്കിടയിൽ പെട്ട് ആ കാളകൂട വിഷം ഭഗവാന്റെ തൊണ്ടയിൽ തന്നെ ഉറച്ചുപോയി. വിഷത്തിന്റെ കാഠിന്യത്താൽ ഭഗവാന്റെ കഴുത്ത് നീല നിറമായി മാറി. അങ്ങനെ ലോകത്തിന്റെ പാപങ്ങളും വിഷവുമെല്ലാം സ്വന്തം കണ്ഠത്തിൽ ഒതുക്കിയ മഹാദേവൻ നീലകണ്ഠൻ എന്ന പേരിൽ അറിയപ്പെട്ടു. വിഷം പാനം ചെയ്ത ഭഗവാന് ആപത്തൊന്നും സംഭവിക്കാതിരിക്കാൻ അന്ന് രാത്രി ദേവഗണങ്ങൾ ഒന്നടങ്കം ഉറക്കമിളച്ച് പ്രാർത്ഥിച്ചു. ലോകമംഗളത്തിനായി ഭഗവാൻ വിഷത്തെ ആഗിരണം ചെയ്ത ആ മഹാത്യാഗത്തിന്റെ ഓർമ്മയ്ക്കായാണ് നമ്മൾ ഇന്നും വ്രതശുദ്ധിയോടെ മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. നന്മ നിറഞ്ഞ ശിവരാത്രി ആശംസകൾ.